ക്ലബിലേക്ക് സ്വാഗതം. ഡിജിറ്റൽ സർവേയുമായി ബന്ധപ്പെട്ട ഒരു ഗൗരവമുള്ള വിഷയമാണ് ഇന്നത്തെ എപ്പിസോഡ്. ഡിജിറ്റൽ സർവേ നടക്കുമ്പോൾ നമ്മൾ ഡിജിറ്റൽ സർവേയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി, പങ്കാളിയാകുന്നതിന് വേണ്ടി, സർവേ നടത്താൻ സർവേയർ വരും. നമ്മുടെ പങ്കാളിത്തം എന്ന് പറയുന്നത് അതിരുകൾ കാണിച്ചു കൊടുക്കുക, നമ്മുടെ ഭൂമിയുടെ അതിരുകൾ കാണിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. അതിനുവേണ്ടി അതിരുകൾ കാടുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം വെട്ടിത്തെളിച്ച്, അതിരുകളുടെ ഭാഗത്ത് മാത്രം വെട്ടിത്തെളിച്ചാൽ മതിയാവും, മൊത്തം വെട്ടിത്തെളിക്കണമെന്നൊന്നും ഇല്ല. കാരണം നിങ്ങൾ വിചാരിക്കുന്നത് പോലെ വലിയ ചെയിൻ ഉള്ള സർവേയിങ് അല്ല നടക്കുന്നത്. മുൻപാണെങ്കിൽ ചെയിൻ രണ്ടറ്റത്തും പിടിച്ചുകൊണ്ട് നടക്കാൻ ആൾ ചെയിൻ വെച്ച് നോക്കുക, അതൊന്നും അല്ല നടക്കുന്നത്. ഇപ്പോൾ അതിനേക്കാളും ആധുനികമായ ഉപകരണങ്ങൾ ഉപയോഗിച്ചു കൊണ്ടാണ് ഇത് നടത്തുന്നത് എന്ന് മനസ്സിലാക്കിയിരിക്കുക. അതുകൊണ്ട് ഈ റിയൽ ടൈം ഒരു മെഷീനുണ്ട്. ആ മെഷീൻ ഉപയോഗിച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇത് പഴയതുപോലുള്ള മുഴുവൻ സ്ഥലങ്ങളും ചെയിൻ പിടിച്ച് അളന്നു കൊണ്ടു പോകേണ്ട ഒരു കാര്യമേ അല്ല. നിങ്ങളുടെ സാന്നിധ്യത്തിൽ ഇത് ചെയ്യും. അപ്പോൾ നിങ്ങളുടെ സാന്നിധ്യത്തിൽ ഈ ഫിസിക്കൽ സർവേയിങ് നടക്കുമ്പോൾ, ഈ മെഷീൻ ഉപയോഗിച്ചു കൊണ്ടുള്ള സർവേ നടക്കുമ്പോൾ, നിങ്ങളുടെ ആ സർവേ നടന്നു കഴിയുമ്പോൾ നിങ്ങളുടെ ഫോൺ നമ്പർ സർവേയർ ചോദിക്കും. നിങ്ങൾ ഇനി ആ പ്രൊസീജിയറാണ് നിങ്ങൾ അറിഞ്ഞിരിക്കാൻ. നിങ്ങൾ അത്യാവശ്യം കാട് വെട്ടേണ്ടതുണ്ടെങ്കിൽ കാട് വെട്ടിത്തെളിച്ചു, ഇല്ല മതിൽ കെട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറെ ഒന്നും ചെയ്യാനില്ല, അവിടെ പോയി നിന്നാൽ മതി. സർവേയർ അത് അളക്കും. ഈ അളന്ന് കഴിയുമ്പോൾ അദ്ദേഹം നിങ്ങളുടെ മൊബൈൽ നമ്പർ ആവശ്യപ്പെടും. മൊബൈൽ നമ്പർ നിങ്ങൾ കൊടുക്കേണ്ടതുണ്ട്. കാരണം എൻ്റെ ഭൂമി പോർട്ടലുമായിട്ട് നിങ്ങളെ ലിങ്ക് ചെയ്യാൻ വേണ്ടിയുള്ളതാണ്. നിങ്ങളുടെ ഫോൺ നമ്പർ കൊടുത്തു കഴിയുമ്പോൾ അപ്പോൾ തന്നെ നിങ്ങൾക്കൊരു OTP നിങ്ങളുടെ ഫോൺ നമ്പറിലേക്ക് വരും. ആ OTP നിങ്ങൾ പറഞ്ഞു കൊടുത്തതിന് ശേഷം ആ OTPയുടെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് എൻ്റെ ഭൂമി പോർട്ടലിൽ നിങ്ങളുടെ രജിസ്ട്രേഷൻ സർവേയർ തന്നെ പൂർത്തിയാക്കി തരും. തുടർന്ന് ഒരു 24 മണിക്കൂറെങ്കിലും കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇതിനകത്ത്, ഈ പോർട്ടലിനകത്ത് ലോഗിൻ ചെയ്യാൻ പറ്റും. ഓർക്കുക, 24 hours കഴിയണം. ഇത് കൊടുത്ത് രജിസ്ട്രേഷൻ നടന്നാൽ 24 മണിക്കൂർ കഴിയുമ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഭൂമി എന്ന് പറയുന്ന പോർട്ടലിൽ എൻട്രി ആവുകയും അതിനകത്ത് കയറി നിങ്ങൾ ഈ സർവേയർ നടത്തിയ അളവിനെ തുടർന്നുള്ള സ്കെച്ച് നിങ്ങൾക്കതിനകത്ത് കാണാൻ കഴിയുകയും ചെയ്യും. ആ സ്കെച്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ പ്രിൻ്റ് ഔട്ട് എടുത്തു വെക്കാം. തുടർന്ന് എന്തൊക്കെ നടപടികൾ ഇതുമായി ബന്ധപ്പെട്ട് വരുന്നുണ്ടോ അതെല്ലാം എൻ്റെ ഭൂമി പോർട്ടലിനകത്ത് നിങ്ങൾക്ക് കാണാം. സർവേ പൂർത്തിയാക്കിയിട്ടുണ്ടെങ്കിൽ ആ വിവരം, നിങ്ങളുടെ സർവേ ഡീറ്റെയിൽസ്, വിസ്തീർണം എല്ലാം നിങ്ങൾക്ക് അതുമായിട്ട് അപ്ഡേറ്റ് ചെയ്ത് പോകാൻ നിങ്ങൾക്ക് കഴിയുകയും ചെയ്യും. എൻ്റെ ഭൂമി പോർട്ടലിലാണ്. അതിനകത്ത് സിറ്റിസൺ ലോഗിൻ എന്ന് പറയുന്ന ഭാഗത്ത് പോയിട്ടാണ് നിങ്ങളിത് ലോഗിൻ ചെയ്യാനുള്ളത്. അതിനകത്ത് നിങ്ങൾക്ക് പരിശോധിക്കാം. നിങ്ങളുടെ സ്കെച്ച് നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും. അതിന് ഇതിപ്പം ഇതിൻ്റെ കൂട്ടത്തിലൊന്ന് പറയാം, ഇതെല്ലാം കഴിഞ്ഞാൽ സർക്കാർ പറയുന്നത് നമ്മുടെ ഈ സ്കെച്ച് പോലും, ഇപ്പോൾ സ്കെച്ചിന് നമ്മൾ ഫീസ് റവന്യൂ വില്ലേജ് ഓഫീസിൽ അടച്ചിട്ടാണ് നമ്മൾ സ്കെച്ചൊക്കെ കിട്ടുന്നത്. ഇനി അതൊന്നും വേണ്ടി വരില്ല. സ്കെച്ചെല്ലാം തന്നെ നമുക്ക് നമ്മുടെ വീട്ടിലിരുന്ന് തന്നെ കമ്പ്യൂട്ടർ ഉണ്ടെങ്കിൽ പ്രിൻ്റ് ഔട്ട് എടുക്കാം, ഇല്ലെങ്കിൽ DTP സെൻറ്ററിൽ പോയി നമുക്കതിൻ്റെ പ്രിൻ്റ് ഔട്ട് എടുക്കാൻ കഴിയും എന്നുള്ളതാണ്. നമുക്ക് തന്നെ ലോഗിൻ ചെയ്ത് നമ്മളെ ഭൂമി സംബന്ധിച്ച് എല്ലാം നമുക്ക് ഇതുവഴി അറിയാനും കഴിയും. മാത്രമല്ല ഡിപ്പാർട്ട്മെൻറ്റ് ഓതൻറ്റിക്കേറ്റ് ആയിട്ട് പറയുന്ന മറ്റൊരു കാര്യം, നിങ്ങൾക്ക് ഒരു ഭൂമി വാങ്ങണമെന്നുണ്ടെങ്കിൽ ആ ഭൂമി സംബന്ധിച്ച എല്ലാ വിവരങ്ങളും നിങ്ങൾക്ക് ഈ പോർട്ടലിൽ നിന്ന് തന്നെ ഡീറ്റെയിൽസ് എടുക്കാൻ പറ്റും. നിങ്ങൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്തിൻ്റെ വിസ്തീർണം, സർവേ നമ്പർ, ബാക്കി ഡീറ്റെയിൽസ്, അതിനകത്ത് എന്തെങ്കിലും ബാധ്യതയുണ്ടെങ്കിൽ ആ വിവരങ്ങൾ എല്ലാം നമുക്ക് വീട്ടിലിരുന്ന് മനസ്സിലാക്കിയിട്ട് തന്നെ ആ ഭൂമിയിൽ കച്ചവടത്തിൽ പങ്കാളിയാവാൻ നമുക്ക് വാങ്ങാം. ആ ഒരു കാര്യം കൂടി ഇതിനകത്തുണ്ടാകും എന്നുള്ളതാണ്. ഓൺലൈൻ വഴി ഏതൊരു മനുഷ്യൻ്റെയും ഡീറ്റെയിൽസ് നമുക്ക് മനസ്സിലാക്കി അതനുസരിച്ച് വാങ്ങണോ വേണ്ടയോ എന്ന് തീരുമാനമെടുക്കാം. ഒരു ഭൂമിയെ സംബന്ധിച്ചിട്ടുള്ള മുഴുവൻ വിവരങ്ങളും ഡിജിറ്റലൈസേഷൻ വന്നു കഴിഞ്ഞ ശേഷം നമ്മുടെ വിരൽത്തുമ്പിൽ കിട്ടുന്നു എന്നുള്ളതാണ് ഈ ഡിജിറ്റൽ സർവേക്ക് ശേഷം ഉണ്ടാകുന്ന ഏറ്റവും വലിയ കാര്യമെന്നാണ് സർക്കാരിൻ്റെ വേർഷൻ. നമുക്കത് ഡിജിറ്റൽ സർവേ പൂർത്തിയായി കഴിഞ്ഞതിന് ശേഷം നമുക്ക് അത് സംബന്ധിച്ചിട്ടുള്ള വിവരങ്ങൾ ഉറപ്പാക്കാനും കഴിയും. എന്തായാലും ഏതൊക്കെ തരത്തിൽ അപ്പീൽ കൊടുക്കാം എന്നത് സംബന്ധിച്ചൊക്കെ ഞാൻ മുൻ എപ്പിസോഡുകളിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതും നിങ്ങൾ കാണാതെ പോകരുത്. ആ എപ്പിസോഡും നിങ്ങൾ കാണണം. ഇതുമായി ബന്ധപ്പെട്ട ഭൂമി ആയതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. 1 സെൻറ്റ് ഭൂമിയാണെങ്കിലും നിങ്ങൾ അറിയേണ്ട വിവരങ്ങളുണ്ട്. കാരണം നിങ്ങളുടെ ഭൂമി അന്യാധീനപ്പെട്ടു പോകരുത്. കേസും വഴക്കും ഒക്കെയായി വീണ്ടും അത് തുടരാൻ ഒരു അവസരം
അവസ്ഥ ഉണ്ടാകരുത്. അതുകൊണ്ട് തന്നെ മുൻകൂറായി എല്ലാം മനസ്സിലാക്കി നിങ്ങൾ മുന്നോട്ട് പോകണം. ഈ ചാനലിൻ്റെ ഉദ്ദേശവും അത് തന്നെയാണ്. ചാനലിൻ്റെ സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയുന്നവർക്ക് ഭൂമി സംബന്ധമായോ റവന്യൂ സംബന്ധമായോ ഇല്ല, ഏത് വിഷയം സംബന്ധമായാലും ഒരു ഗൈഡിങ് തരിക എന്നുള്ളതാണ് ഈ ചാനൽ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ചാനലിൽ പിന്നെ ഫോളോ ചെയ്യുന്ന ആളുകൾക്ക് ഈ സംസ്ഥാനത്ത് ഇതുപോലെ ഉണ്ടാകുന്ന എല്ലാ കാര്യങ്ങളിലുമുള്ള അപ്ഡേറ്റഡ് വെർഷൻ ഞങ്ങൾ എപ്പിസോഡുകളായി ചെയ്യും. അത് ആധികാരികമായി ചെയ്യുന്നതാണ്. കേട്ടുകഴിയുടെ അടിസ്ഥാനത്തിലോ മറ്റോ അല്ല, ഓതൻറ്റിക്കേറ്റഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ബേസ് ചെയ്തുകൊണ്ടുള്ള വിവരങ്ങൾ മാത്രമേ ഈ ചാനലിലെ എപ്പിസോഡുകൾ ഉൾപ്പെടുത്തുകയുള്ളൂ എന്നും നിങ്ങൾ അറിഞ്ഞിരിക്കുക. കാരണം അങ്ങനെയാകുമ്പോൾ നിങ്ങൾക്കിതിനെ സംബന്ധിച്ച മറ്റൊരു സംശയം ആയി വേറൊരാളിനോട് സമീപിക്കാൻ ഇടവരരുത് എന്നുള്ളത് കൊണ്ടാണ് ക്ലിയർ കട്ടായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. അത് തുടർന്നുള്ള ചാനലുകളിലും ഉണ്ടാകും. മുൻ എപ്പിസോഡ് തുടർന്നുള്ള ചാനലുകളെന്നോ തുടർന്നുള്ള എപ്പിസോഡുകളിലും ഉണ്ടാകും. മുൻ എപ്പിസോഡുകളിലും അത് തന്നെയാണ് പറഞ്ഞു വെച്ചത്. നിങ്ങൾ താഴേക്ക് സ്ക്രോൾ ചെയ്ത് നോക്കുക. നിരവധി ഇൻഫർമേഷൻ നിങ്ങൾക്ക് വേണ്ടി ഈ ചാനൽ ചെയ്തിട്ടുണ്ട്. അതെല്ലാം ഒന്ന് കാണുക. ഒന്നും കാണാതെ ചോദ്യങ്ങളായിട്ട് വരുന്ന നിരവധി ആളുകളുണ്ട്. ഒരു എപ്പിസോഡിൽ പറഞ്ഞ കാര്യം ഒരാളെ ചോദ്യത്തിന് വീണ്ടും മറുപടിയായി തരിക എന്നുള്ളത് ബുദ്ധിമുട്ടാണ്. നിങ്ങളത് നോക്കുക. താഴേക്ക് ഈ വിഷയം തന്നെ ഇപ്പോൾ ബാങ്ക് ലോണുമായിട്ട് ബന്ധപ്പെട്ട് നിരവധി എപ്പിസോഡുകൾ ചെയ്തിട്ടും ഇപ്പോഴും നോട്ടീസ് കിട്ടി സാർ ഞാൻ എന്ത് ചെയ്യണമെന്ന് വീണ്ടും എനിക്ക് ചോദ്യം അയക്കുന്ന ആളുകളുണ്ട്. ഇതിൻ്റെ മറുപടി ഈ ചാനലിലെ എപ്പിസോഡുകളിൽ പറഞ്ഞിട്ടുണ്ട്. പ്ലേ ലിസ്റ്റിൽ ബാങ്ക് ലോൺ എന്ന് പറയുന്ന ഓപ്ഷനിലേക്ക് നിങ്ങൾ പോയാൽ അത് കാണാം. താഴേക്ക് പോയാലും കാണാം. ഇതൊന്നും കാണൂല. ഒറ്റയടിക്ക് എനിക്ക് നോട്ടീസ് കിട്ടി, ഞാനിപ്പോൾ ചാവുമേ, ആത്മഹത്യ ചെയ്യുമേ, ഞാൻ എന്ത് ചെയ്യണം സാറേ, എന്നെ രക്ഷപ്പെടുത്തണേ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ഇതുകൾ വരുന്നുണ്ട്. അവർക്കെല്ലാം ഞാൻ കൊടുക്കുന്ന മറുപടി നിങ്ങൾ ദയവ് ചെയ്ത് ഞാൻ നേരത്തെ ചെയ്തിട്ടുള്ള എപ്പിസോഡ് കാണൂ. അത് തന്നെയാണ് എനിക്ക് മറുപടിയായി പറയാനുള്ളതും. പിന്നെയും ഞാൻ എന്തിനാണ് ഈ മറുപടി ആവർത്തിക്കുന്നത്? അതുകൊണ്ടാണ് നിങ്ങൾ ഇത് കാണണം എന്ന് പറയുന്നത്. ഇതിലെ ഓരോ എപ്പിസോഡുകളും നിങ്ങളുടെ ജീവിതത്തിലും ബന്ധുക്കളുടെ ജീവിതത്തിലും അയൽക്കാരൻ്റെയും സുഹൃത്തിൻ്റെയും ജീവിതത്തിലും ഒക്കെ തന്നെ ഒരുപാട് ഗുണങ്ങൾ ഉള്ള എപ്പിസോഡുകളാണ്. ആധികാരികമായുള്ള എപ്പിസോഡുകളാണ്. വ്യക്തതയുള്ള എപ്പിസോഡുകളാണ്. അതുകൊണ്ട് തന്നെയാണ് നിങ്ങളോട് ഞങ്ങൾ ആത്മധൈര്യത്തോടു കൂടി പറയുന്നത് ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, ഫോളോ ചെയ്യണം എന്നുള്ളത്. അങ്ങനെ അത് ചെയ്യാൻ ഒരു 5, 6, 7 മാക്സിമം 10 മിനിറ്റ് വരെയൊക്കെ നിങ്ങൾക്ക് ചിലപ്പം ഒരു ദിവസം സ്പെൻഡ് ചെയ്യേണ്ടി വരും. ഒരു ദിവസം പോലും മുടങ്ങാതെ കൃത്യം 6 മണിക്ക് ഈ ചാനലിലെ എപ്പിസോഡുകൾ നിങ്ങൾക്കുണ്ടാവും. മുൻ ചാനലുകളുടെ ഷോർട്ടുകളും 2 മണിക്കും രാത്രി 8 മണിക്കും ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ആ വിഷയവുമായി ബന്ധപ്പെട്ട് ആ ഷോർട്ടുകളുടെ അടിയിൽ കാണിക്കുന്ന ലിങ്കിൽ നിങ്ങൾ വിരലമർത്തിയാൽ ആ എപ്പിസോഡുകൾ തന്നെ നിങ്ങൾക്ക് പൂർണ്ണമായും കാണാൻ പറ്റും. ഈ ഷോർട്ടുകളൊക്കെ ആണെങ്കിൽ ആകെ 1 മിനിറ്റേ ഉണ്ടാവുകയുള്ളൂ, 60 സെക്കൻഡ്. അതിനുള്ളിൽ എല്ലാം പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് പഴയ എപ്പിസോഡുകളുടെ ലിങ്ക് കാണിക്കുന്നത്. നിങ്ങൾക്ക് അതിലേക്ക് പോകാൻ കഴിയും. എന്തായാലും ചാനലിനോട് ഒപ്പം നിൽക്കുക. നിങ്ങൾക്ക് വേണ്ടിയും നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടിയും. നന്ദി.